ഈ ലേഡി ബൗൺസർ ആരാണെന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ മൊത്തം പരതിക്കൊണ്ടിരിക്കുന്നത്. ലേഡി ഗുണ്ടയാണ്, എന്നെ ഇടിക്കുമോ? ഞാൻ പറഞ്ഞു മോശമായിട്ടുള്ള കാണിച്ചു കഴിഞ്ഞാൽ ഇടിക്കും. ഇങ്ങനെ ഒരാളെ എസ്കോർട്ട് ചെയ്യാൻ എന്നെ വിളിക്കേ വേണ്ട, ഞാൻ വരില്ല. പറഞ്ഞോ, ഒന്നും നോക്കണ്ട. ആറാട്ടണ്ണൻ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആറാട്ടണ്ണനാണ് ഒരു ബൗൺസറിന്റെ ആവശ്യം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അനിൽ ജോസ് പെരേരയാണെങ്കിൽ അയ്യോ ഒട്ടുമില്ല. പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടനെ വിളിക്കാന്നുള്ളതാണ് പണിഷ്മെന്റ്. അപ്പൊ അവര് ബൗൺസ് ചെയ്യുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇടുവാണെങ്കിൽ റീൽസ് ഇടുമ്പോ ഏത് മ്യൂസിക് ആയിരിക്കും ചേച്ചി സെലക്ട് ചെയ്യും? ബൗൺസ് ചെയ്യുമ്പോൾ നല്ല പക്ഷേ ഗുണ്ട അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ പേടി ഗുണ്ടാന്ന് വിളിക്കുന്നത്. വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല. ആരെങ്കിലും ശരിക്കും ഇടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇടിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നം പറയും. അയ്യോ സോറി, എന്തിനാ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എടുത്ത് കുത്തുന്നത്? എല്ലാ കാര്യവും നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടുതലും അവരായിട്ട് ക്ലോസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ആ മൊമെന്റ്സിൽ കിട്ടിയ കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ വൈറലാവുന്നത്. നല്ലപോലെ കഴിച്ചിട്ടുണ്ട്. അപ്പം ആ സിറ്റുവേഷനിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ എറണാകുളത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പഴയ കാണുന്ന ഒരു രീതി അല്ല, ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പം അതെല്ലാം കണ്ടു അറിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പബ്ബുകളാണ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹലോ, ഈ ഇടയായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ടല്ലേ. നമ്മളുടെ ലാലേട്ടൻ ഭയങ്കര മാസ്സായിട്ട് വരുന്ന ഒരു വീഡിയോ. നടന്ന് വന്നുകൊണ്ടിരിക്കുന്ന കൂടെ തന്നെ ഒരു ലേഡി ബൗൺസർ കൂടെ ഉണ്ട്. ഈ ലേഡി ബൗൺസർ ആരാണെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം പരതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പരുതണ്ട, ഞങ്ങൾ ആളെ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. സോ വെൽക്കം ടു മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഇന്ന് നമ്മളുടെ കൂടെയുള്ളത് അനു കുഞ്ഞുമോൻ. അനു ചേച്ചി, വെൽക്കം ടു ദ ഷോ. എന്ത് പറയുന്നു? സന്തോഷം. സുഖമായിട്ടിരിക്കുന്നു. നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഇപ്പൊ പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ലൈഫ് ചേഞ്ച് ആയ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ 3 years ആയിട്ട് ബൗൺസർ ആണ്. അപ്പോൾ പെട്ടെന്നാണ് ലൈഫേ അങ്ങ് ചേഞ്ച് ആയത്. ഒരൊറ്റ വീഡിയോയിലൂടെയാണ് എല്ലാവരും അറിഞ്ഞ് ആ വീഡിയോ ഭയങ്കര വൈറലാവാനും കാരണം ഇതാ എന്താണ് സംഭവം, എന്താണ് ഇവിടെ നടക്കുന്നത്, അങ്ങനെയെല്ലാം പെട്ടെന്നായിരുന്നു. അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു ചേച്ചിക്ക്? ഒത്തിരി സന്തോഷമുണ്ടായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ ഓൺ ഡ്യൂട്ടിയിലുള്ളൊരു വീഡിയോ ആണ് വൈറലായത്. അത് PTA എന്ന് പറയുന്നൊരു ഏജൻസി നമ്മൾ ലേഡി ബൗൺസേഴ്സിനെ കുറിച്ചൊരു ഫീച്ചർ ചെയ്തിരുന്നു. അപ്പോൾ ഫീച്ചർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവർ കുത്തിപ്പൊക്കി എടുത്ത ഒരു വീഡിയോ ആണ്. ആ വീഡിയോ അങ്ങനെ പെട്ടെന്നൊന്ന് വൈറലായി. നമ്മളെ തന്നെ ഇങ്ങനെ ഓരോ ആക്ച്വലി നമുക്ക് ബൗൺസർ വർക്കിന് പോകുമ്പോൾ വീഡിയോസ് ഒന്നും തന്നെ കിട്ടാറില്ല. കാരണം നമ്മൾ നമുക്ക് പ്രൊമോഷൻ കൊടുക്കാറില്ല. ഇതിപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കിട്ടിയ വീഡിയോകളിൽ ഒരെണ്ണമാണ് വൈറലായത്. ആണ്. ഇപ്പം ഞാൻ ഇപ്പൊ ചേച്ചീനെ പറ്റി നോക്കുമ്പോഴാണെങ്കിലും എല്ലാവരും ലാലേട്ടന്റെ ബൗൺസർ ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ചേച്ചി തന്നെ തിരുത്തുന്നുണ്ട്. അപ്പൊ ചേച്ചിനോട് തന്നെ അങ്ങനെ പറയുമ്പോൾ ചേച്ചിക്ക് ശരിക്കും എന്താ തോന്നാറ്? സന്തോഷമുണ്ട്. പക്ഷെ ആ പറയുന്ന കാര്യത്തിൽ ഒരു ലോജിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളില്ലാത്ത കാര്യം പറഞ്ഞ് നമുക്ക് പബ്ലിസിറ്റി മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത് തിരുത്തണമെന്ന് തോന്നുന്നു. അപ്പം ലാലേട്ടന്റെ ബൗൺസർ അല്ല നമ്മൾ ശരിക്കും ബൗൺസേഴ്സ് ആണ്. അത് പബ്ബുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവൻസിൽ സെലിബ്രിറ്റീസ് വരുന്ന ഫങ്ഷനൊക്കെ നമ്മൾ കവർ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ ആ ഒരു വർക്കിന് ഇന്ന ആളുടെ പേഴ്സണൽ ബൗൺസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഇല്ല. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കേരളാസ് ഫസ്റ്റ് ഫീമെയിൽ ബൗൺസർ എന്നുകൂടി പറയുന്നുണ്ട്. ബൗൺസേഴ്സ് ഒത്തിരി പേര് വന്നു പോകുന്നുണ്ട്. സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ആണല്ലേ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? ഇപ്പൊ ബൗൺസേഴ്സ് ഒരുപാട് പേരുണ്ടെങ്കിലും അപ്പൊ അതുപോലെ തന്നെയാണ് ബൗൺസേഴ്സ് ഫീമെയിൽ ബൗൺസേഴ്സ് വളരെ കുറവായതുകൊണ്ട് കൂടി ആയിരിക്കും ചേച്ചി ഇത്രയും വൈറലാവാൻ കാരണം. ചേച്ചിനെ എല്ലാവരും അങ്ങനെ ഒരു വീഡിയോയും കൂടി വന്നല്ലോ. അപ്പൊ എന്താണ് ഈ ബൗൺസേഴ്സ്, ഫീമെയിൽ ബൗൺസേഴ്സ് കുറയാനുള്ള റീസൺ ഒക്കെ എന്തായിരിക്കും? അതിപ്പോ മെയിൽ ബൗൺസേഴ്സ് ഇഷ്ടംപോലെ ഉണ്ട്. റിക്വയർമെന്റ് കുറവാണ് ലേഡീസിന്. പിന്നെ ഓരോ ആളുകൾ രംഗത്തേക്ക് വരുംതോറും നമ്മൾ വർക്ക് ചെയ്യുന്ന മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുമ്പോൾ റിക്വയർമെന്റ് കൂടി വരും. നമ്മളുടെ ആവശ്യകത കൂടി വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഫീമെയിൽ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾക്ക് ഇനി ചിലപ്പോൾ
ഇനി ഭാവിയിൽ ചിലപ്പോൾ റിക്വയർമെന്റ് വന്നേക്കാം, പറയാൻ പറ്റില്ലല്ലോ. അതെ. നേരത്തെ അങ്ങനെ ചോയ്സ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ ചോയ്സ് ഉണ്ട്. ചോയ്സ് വരുമ്പോൾ നമുക്ക് അതെ, ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാമല്ലോ. പിന്നെ ചേച്ചി തന്നെ പറഞ്ഞൊരു കാര്യമാണ്, ലൈക്ക് എന്താ പറയുക, ഇപ്പൊ ലേഡീസ് ഉള്ള ഒരു ഫംഗ്ഷനിലാണെങ്കിൽ എന്തുകൊണ്ട് ലേഡി ബൗൺസേഴ്സ് ഇല്ലാതിരിക്കുന്നു, അവർക്കും ഒരു ഹെൽപ്പ് വേണമല്ലോ. അത് ആക്ച്വലി വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. എനിക്ക് തോന്നുന്നത് അത് അങ്ങനെ ഇതിന് മുമ്പ് ആരും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചിന്തിച്ചത്. നമുക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു ഹെൽപ്പ് ചോദിക്കാനോ അങ്ങനത്തെ വർക്കുകളിൽ ലേഡി ബൗൺസേഴ്സിനെ കണ്ടിട്ടില്ല. പിന്നെ കൂടുതലും സെലിബ്രിറ്റീസുമായിട്ട് കൂടുതൽ അടുത്ത് ഇടപഴകാനും സിനിമയോട് മോഹമുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അതും കൂടി ഉള്ളപ്പോൾ നമ്മൾ മാക്സിമം അടുത്ത സോഴ്സ് നോക്കുമല്ലോ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ എന്തുകൊണ്ടും ബെസ്റ്റ് ചോയ്സ് ആണ് ബൗൺസർ എന്ന് തോന്നി. ആണല്ലേ? എൻജോയ് ചെയ്യുന്ന ഒരു ജോബാണോ? തീർച്ചയായിട്ടും ആണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ ഇത് ചെയ്യുമ്പോൾ? നമുക്കൊരു ജോബിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യുക. അത് ചെയ്യുന്തോറും നമുക്കതിനോട് ചെയ്യാനുള്ള താല്പര്യം കൂടുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കാരണമില്ല. എനിക്ക് എന്തുകൊണ്ടും അത് വളരെ ഇഷ്ടമാണ്. ആണ്. ഓക്കെ. ഇപ്പം നമ്മൾ സെക്യൂരിറ്റി, ഇപ്പം ചേച്ചിയുടെ അടുത്ത് ഒരാളിപ്പോൾ ചോദിക്കുകയാണ്, ഒരു ബൗൺസർ എന്ന രീതിയിൽ എന്തെങ്കിലും ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോന്ന്. അപ്പം ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരാൾക്ക് സെക്യൂരിറ്റി നിൽക്കുമ്പോൾ നമ്മൾക്ക് സേഫ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ, ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് ഏതൊരു ഫീൽഡിലാണെങ്കിലും അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുമായിരിക്കും. അപ്പോൾ ചേച്ചിക്ക് ഇത്രയും വർഷം, ഈ 3 years ഓഫ് ഈ എക്സ്പീരിയൻസിൽ ചേച്ചിക്ക് എപ്പോഴെങ്കിലും ഒരു ചലഞ്ച് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ചലഞ്ച് എന്ന് പറയുന്നത് മെയിൻലി ക്രൗഡ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അതൊരു ചലഞ്ചിങ് മൊമെൻ്റ് ആണ്. കാരണം സെലിബ്രിറ്റീസ് വരുന്ന സമയത്ത് അവരെ സേഫായിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്കൊരു ചലഞ്ചിങ് തന്നെയാണ്. പിന്നെ അതിൽ ലേഡീസ് കുറവാണ്, അത് മറ്റൊരു കാര്യമാണ്. അതെ. ഇപ്പം എന്തെങ്കിലും വലിയൊരു ഇപ്പൊ ചേച്ചി ഇവിടത്തിലേക്ക് വന്നത് തന്നെ ഒരു ഫോട്ടോഗ്രാഫർ ഉന്തിയിട്ടപ്പോൾ എന്താ അത് ചോദിച്ചാൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഞാൻ. ഫോട്ടോഗ്രാഫർ ആയിരുന്നു. അപ്പൊ ഒരു ബൗൺസർ, സോറി ഞാൻ അതാണ്. അതെ. അപ്പം അങ്ങനെയാണ് ചേച്ചിക്കും. പിന്നെ അതെന്താ അങ്ങനെ ചെയ്തേ? അതുപോലെ അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫോട്ടോഗ്രാഫർ ആയിരുന്നപ്പോൾ ഒരു ബൗൺസറിന്റെ രീതിയിൽ നമ്മൾ ചിന്തിക്കില്ല. ചേച്ചി ബൗൺസർ ആയിരുന്നപ്പോഴാണ് അതിന്റെ പെയിൻ എന്താണത്. ഞാനത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. കാരണം നമ്മളുടെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞാനതൊരു ബൗൺസർ ആയി കഴിഞ്ഞപ്പോൾ അവർ അനുഭവിക്കുന്ന സ്ട്രഗ്ലിങ് എന്താണെന്ന് മനസ്സിലായി. പക്ഷെ എന്തോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആ ജോബ്. ആ ഒരു ജോബ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക, സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യൂലേ. അതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോഗ്രാഫിയും രണ്ടും കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പൊ ഫോട്ടോഗ്രാഫിയും ചെയ്യുന്നുണ്ട്? രണ്ടും കൊണ്ടുപോകും. ഫോട്ടോഗ്രാഫി എത്ര നാളായിട്ട് ചേച്ചി? 13 വർഷമായിട്ട്. 13 വർഷമായിട്ട്. 13 വർഷമായിട്ട് സെലിബ്രിറ്റി ഫോട്ടോഗ്രാഫി. വെഡിങ് ഉണ്ട്, പ്രമോഷൻസ് ചെയ്യുന്നുണ്ട്, പിന്നെ ഷൂട്ടുകൾ എല്ലാം. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ കുറെ പേരുണ്ട്, ഫീമെയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. പക്ഷെ എന്നാലും അത് ഭയങ്കര കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമല്ല. അതെ, കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു ജോബ് സെലക്ട് ചെയ്യാൻ ഒരു റീസൺ ഉണ്ടാവും, ലൈക്ക് അങ്ങനെ എനിക്ക് ആവണം എന്നുള്ള ഒരു പ്രചോദനം? ഫാദർ ഫോട്ടോഗ്രാഫറാണ്. ഓക്കെ. ചേച്ചിയുടെ ഫാദർ? ബ്രദർ ഫോട്ടോഗ്രാഫറാണ്. പക്ഷെ ഫോട്ടോഗ്രാഫിയിലേക്ക് എന്നെ ഒരിക്കലും ഇൻവോൾവ് ചെയ്യിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്റെയൊക്കെ ചെറുപ്പത്തിൽ എപ്പോഴും പറയുന്നത്, ലേഡീസ്, അതായത് പെൺകുട്ടികൾ അങ്ങനെ നിൽക്കുന്ന ഒരു എന്താണ്. പക്ഷെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു ചെറുപ്പം മുതലേ. കാരണം മറ്റുള്ളവർ ചെയ്യുന്ന മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അങ്ങനെ മാറ്റി നിർത്തൽ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാളാണ്. എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പോൾ ആദ്യ സമയത്തൊന്നും വെച്ചാൽ ഇൻഡിപെൻഡൻ്റ് ആവാതെ നമുക്ക് ആ ഒരു ജോബിലേക്ക് നോക്കാൻ പറ്റില്ല. ഒരു സേഫ് സൈഡ് വന്ന സമയത്ത് ഞാൻ ഫോട്ടോഗ്രാഫി തിരഞ്ഞെടുത്തു. പല ജോലികളും ചെയ്തു, പക്ഷെ നമുക്ക് ഇഷ്ടത്തോടു കൂടി അതൊന്നും തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മറ്റൊരാൾ ഫോട്ടോ എടുക്കുന്ന കണ്ടാലും അത് കുറച്ചും കൂടി ഇങ്ങനെ എടുത്താൽ നന്നായിരിക്കും എന്ന് നമുക്കുള്ളിൽ തോന്നും. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞതാണ് എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ ഹാപ്പി ആയിട്ട് എൻ്റർടൈൻ ചെയ്തുകൊണ്ട് എനിക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളത്. ഇപ്പൊ ഫോട്ടോഗ്രാഫി വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് വന്നുപെട്ട ഒരു ഇഷ്ടം. നമ്മളൊരു വ്യക്തിയല്ലേ ഉള്ളൂ, നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ എല്ലാ ഇഷ്ടങ്ങളും ഈ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നല്ലത്. എല്ലാം ചെയ്യണമെന്നും എല്ലാം അതിൻ്റെതായ സ്ട്രഗിളും അതിൻ്റെ ഹാപ്പിനെസ്സും ഒക്കെ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ചെയ്തതാണ്. അങ്ങനെയാണ് നമ്മൾ ബൗൺസറായിട്ടും അതൊന്ന് തുടങ്ങി വെച്ചു. ഇപ്പൊ 3 വർഷമായിട്ട് അതും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യുമ്പം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അത് മാനേജ് ചെയ്യും. ഇത് രണ്ടും മാത്രമല്ല,
ഞാൻ ഒരു മോഡലിംഗ് ചെയ്യുന്നുണ്ട്, ആണ് 2 മൂവിയിൽ അഭിനയിച്ചു, ഓ ആഡുകൾ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾക്ക് കിട്ടുന്ന അവസരങ്ങൾ എല്ലാം തന്നെ മാറ്റി വയ്ക്കാതെ എല്ലാം ആ കറക്റ്റ് ഒരു ഷെഡ്യൂളിൽ കൊണ്ടുപോയി ചെയ്യാൻ നാം മാക്സിമം നോക്കുന്നത് അല്ലേ. ഇപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയില്ലേക്ക് എന്തിനാ പോകുന്നേ, ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അല്ലേ. അപ്പൊ അതിലൊക്കെ മറികടന്ന് ചേച്ചിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരാളായിരിക്കും? ഞാൻ മെയിൻലി ഞാൻ ഫസ്റ്റും ലാസ്റ്റും എന്താ പറയുക, തീരുമാനം എടുക്കുന്നതിൽ ഫസ്റ്റും ലാസ്റ്റും എൻ്റെ അഭിപ്രായം തന്നെ ഞാൻ സ്വന്തമായിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ കുട്ടികൾ സപ്പോർട്ട് ചെയ്യും. മക്കളും നല്ല സപ്പോർട്ട്, 2 പേരുണ്ട്, മക്കളും നല്ലപോലെ സപ്പോർട്ടീവാണ്. പിന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, എന്തിനും ഏതിനും കട്ടയ്ക്ക് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. അതെപ്പോഴും ഒരു അസറ്റാണ് ശരിക്കും പറഞ്ഞാൽ. ആണ്. അപ്പൊ അതാണ് ഈ ഇത്രയും കൊല്ലം നമ്മൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ചേച്ചി കോമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടാവുമല്ലോ ഒരുപാട്? കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്, അത് വായിച്ച ആ ഒരു ഇതില് കളയാറേ ഉള്ളൂ. കുഴപ്പമില്ല. ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ചേച്ചി അത് എന്തിനാ, ഇപ്പം ഇപ്പം ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ് ബൗൺസർ ജോലി. അതുപോലെ ഈ കമന്റ്സുകൾ ഇടുന്നവർക്കും അത് ഇടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷവും സുഖമില്ലേ, നമ്മളായിട്ട് എന്തിനാ അത് കളയുന്നത്. ഞാൻ അതുകൊണ്ട് കമന്റ്സ് ഇടുന്നവരിട്ടോട്ടെ, നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും രണ്ടും സന്തോഷത്തോടു കൂടി തന്നെ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല, റിയാക്ട് ചെയ്യേണ്ട ആവശ്യം. രണ്ടാണെങ്കിലും സന്തോഷം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അങ്ങനെയും ചിന്തിക്കാന്നുള്ളത്. ചിലർക്ക് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ എത്ര ബോൾഡ് ആണെന്ന് പറഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ വല്ലാതെ തളർന്നു പോകും. ഇപ്പൊ ചിലർ അങ്ങനെ തളർന്നു പോകും. അപ്പം അങ്ങനെ തളരാതെ നിൽക്കുന്നത് വലിയൊരു കാര്യമല്ലേ, എങ്ങനെയാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിലാണെങ്കിലും അല്ലേ. അത് ചേച്ചിക്കും അത് വലിയൊരു കാര്യം തന്നെ. അതിപ്പോൾ ചേച്ചിയുടെ മക്കൾക്കാണെങ്കിലും എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. അത് ഞാനൊരു സിംഗിൾ പാരൻ്റ് ആണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾക്ക് എന്തെങ്കിലും മുമ്പിലേക്ക് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ലതും ചീത്തവും നമ്മൾ തന്നെയാണ് എല്ലാം ക്ലിയർ ചെയ്യേണ്ടത്. അത് എന്ത് ഇഷ്യൂസ് വന്നാലും അത് ക്ലിയർ ചെയ്യാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. മറ്റൊരാളില്ല എന്നൊരു തോന്നൽ നമുക്ക് എന്ന് വരുന്നോ, നമ്മുടെ ലൈഫിൽ ആദ്യത്തെ തീരുമാനം എടുക്കുന്നതും അത് മുമ്പിലേക്ക് അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും എല്ലാത്തിനും നമ്മൾ മാത്രമേ ഉള്ളൂ എന്നൊരു തോന്നൽ എപ്പോൾ വരുന്നോ, ഈ പറയുന്ന ബോൾഡ്നെസ് എല്ലാവർക്കും വരും. നമ്മൾ ഒരാൾ നമുക്ക് താങ്ങാനുണ്ടെന്ന് തോന്നുമ്പോഴാണ് ഈ പറയുന്നത് ഡിപ്പെൻഡൻ്റ് ആകുമ്പോഴാണ് പ്രശ്നം, നമ്മൾ തളർന്നു പോകുന്നത്. അല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ടിരിക്കും. ഓക്കെ. അതുപോലെ ഇപ്പം ഒരുപാട് ലേഡീസ് ആണെങ്കിലും ഒരുപാട് ഫീമെയിൽ ബൗൺസേഴ്സ് ആവാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് കുറേ പേര് ഇപ്പോൾ വരുന്നുണ്ടോ? അപ്പോൾ ചേച്ചീനെ അങ്ങനെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? അത് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. കാരണം ഇപ്പോൾ ഒത്തിരി അധികം ലേഡീസ് നമ്മളെ അങ്ങനെ ആ ഒരു രീതിക്ക് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. ആണ്. അപ്പം ഞാൻ എല്ലാവരുടെയും ഇൻസ്റ്റ FB വഴിക്കാണ് പലരും എന്നെ കോണ്ടാക്ട് ചെയ്ത്. അവരെല്ലാം നമ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വർക്കുകൾ വരുമ്പോൾ ഓരോരുത്തരെയും നമുക്ക് ചെറിയൊരു ഗ്രൂമിങ് കൊടുത്തിട്ട് ഓരോരുത്തരും താല്പര്യമുള്ള ചിലവർ ഈ പറയുന്ന പോലെ സെലിബ്രിറ്റീസിനെ അടുത്ത് കാണണം എന്നുള്ള മാത്രം ഒരു ആറ്റിറ്റ്യൂഡിൽ വരും. അതല്ലാതെ ഇത് പാഷനായിട്ട് എനിക്ക് ചേച്ചി ഇങ്ങനെ ഒരു ജോബ് ചെയ്താൽ ആഗ്രഹമുണ്ട്, എനിക്ക് ബോൾഡായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാ കാര്യം ചെയ്യണമെന്ന്, അങ്ങനെ നമുക്ക് ഓരോരുത്തർ സംസാരിക്കുമ്പോൾ അവരുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരെ നോക്കി വെച്ചിട്ടുണ്ട്. നല്ല വർക്കുകൾ വരുമ്പോൾ അവരെയും കൂടെ കൂട്ടണം എന്ന് ആഗ്രഹമുണ്ട്. ചേച്ചിക്ക് ഇങ്ങനെ മനസ്സിലാവാറുണ്ടോ ഇതിപ്പോൾ സെലിബ്രിറ്റീസിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇങ്ങനെ ഒരു പ്രൊഫഷൻ? അത് നമ്മൾ ഈ പറയുന്ന പോലെ ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അവരുടെ ഇന്റൻഷൻ. ആണല്ലേ? ഉറപ്പായിട്ടും അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഇപ്പൊ ചേച്ചി കാരണം കൊണ്ട് ഇങ്ങനെ ഒരു ബൗൺസേഴ്സ് ഫീൽഡിലേക്ക് വരാൻ ആർക്കെങ്കിലും അവസരം കിട്ടി തുടങ്ങിയിട്ടുണ്ടോ? അതോ ചേച്ചി അങ്ങനെ ഒരു വലിയ വർക്ക് വരുന്നുണ്ട്, ലേഡീസ് കുറച്ചധികം ലേഡീസ് ആയിട്ട് വരുന്നൊരു വർക്ക് വരുന്നുണ്ട്. അത് റിവീൽ ചെയ്യുന്നില്ല, ഇല്ല വർക്കിന് ശേഷം. ആണല്ലേ? ഇപ്പൊ ഈ സെലിബ്രിറ്റീസിന്റെ അല്ലാതെ ചേച്ചി വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ബൗൺസർ ആയിട്ട് പോകുന്നത്? കൂടുതലും പബ്ബുകളിൽ പോകുന്നുണ്ട്, ബൗൺസറായിട്ട് പോകുന്നുണ്ട്. പിന്നെ സെലിബ്രിറ്റീസിൻ്റെ ഇത് പോകുന്നുണ്ട്. പിന്നെ പൊളിറ്റീഷ്യൻസ്, ബിസിനസ് വുമൺ വരുമ്പോൾ അത് വേറെ ആരും പോകാറില്ല, ഞാൻ മാത്രമേ പോകാറുള്ളൂ. കാരണം ട്രാവൽ ചെയ്യേണ്ടി വരും അവരുടെ. അപ്പോൾ ഒരാള് മതിയാവും ബൗൺസറായിട്ട്? ഒരാള് അത് നമ്മളുടെ മൈൻഡ് പോലെ ഇരിക്കും. കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു സേഫ്റ്റിക്ക് വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് വില്ലിങ് ആയിട്ട് നിൽക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. അതിന് വില്ലിങ് ആയിട്ട് പിള്ളേര് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും.
ഇപ്പൊ ഇത്രയും മേഖലകളിലൊക്കെ ചെയ്യുന്നതിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ഏതായിരിക്കും? ഏത് കാറ്റഗറി ഹാൻഡിൽ ചെയ്യാനായിരിക്കും? പബ്ബുണ്ട്, സെലിബ്രിറ്റീസ് ഉണ്ട്, ഇപ്പൊ രാഷ്ട്രീയത്തിലാണെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ വരുന്നത് എപ്പോഴായിരിക്കും? ഈ പറയുന്ന ബിസിനസ് വുമൻസിൻ്റെ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ലേഡീസ് വരുമ്പോൾ പോകുമ്പോൾ അതിനൊന്നും വേറെ ബുദ്ധിമുട്ടില്ല. അവരിപ്പം ട്രാവൽ ചെയ്യുക, അവർ പോകുന്ന അവരുടേതായ കാര്യങ്ങൾക്ക് നമ്മൾ അവരുടെ ഇവിടെ സേഫായിട്ട് അവരെ സേഫ്റ്റിക്ക് വേണ്ടി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി പബ്ബുകളാണ് കുറച്ച് ബുദ്ധിമുട്ട്. ഇന്നത്തെ എറണാകുളത്തെ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പഴയ കാണുന്ന ഒരു രീതി അല്ല, ഒത്തിരി ഡിഫറെൻ്റ് ആണ്. അപ്പം അതെല്ലാം കണ്ടു അറിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് പബ്ബുകളാണ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ? കാരണം പബ്ബുകളിലേക്ക് കയറി പോകുന്ന ആൾക്കാരല്ല തിരിച്ചു വരുന്നത്. അപ്പൊ അതിൻ്റെ ഇടയിൽ ഉണ്ടാവുന്ന കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അത് വലിയ കുഴപ്പമില്ലാണ്ട് ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും കൊല്ലത്തിൽ ഇപ്പൊ ഫോട്ടോഗ്രാഫി ആണെങ്കിലും ബൗൺസർ ആണെങ്കിലും ഇത്രയും കൊല്ലത്തെ ഒരു എക്സ്പീരിയൻസിൽ എപ്പോഴെങ്കിലും ചേച്ചിക്ക് ചലഞ്ചായി വന്നിട്ടുണ്ടോ? ലൈക്ക് ഒരു വുമൻ എന്ന രീതിയിൽ എവിടെന്നെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ ഏതെങ്കിലും ഒരു രീതിയിൽ? ഫോട്ടോഗ്രാഫിയിൽ ആദ്യ കാലഘട്ടത്തിൽ വന്നിട്ടുണ്ട്. അതായത് ഒത്തിരി ആമ്പിള്ളേര് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഫിലിം പ്രൊമോഷൻ ഉണ്ടോ, ആ സമയത്ത് ഇടിച്ചു കുത്തി നിന്ന് എടുക്കാന്ന് ഒരുപാട് പണ്ടാണ്. 13 വർഷം ആ ഒരു ടൈമിൽ ആ സമയത്ത് പെൺപിള്ളേരാരും ഇല്ല. ഫിലിം പ്രൊമോഷൻസിന് ഒറ്റ പെൺപിള്ളേരെ ഞാൻ കണ്ടിട്ടില്ല. അത് പല ആർട്ടിസ്റ്റുകളും നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്ന അങ്ങനെയായിരുന്നു. ആ ചേച്ചി മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പലരും പറയുമായിരുന്നു. ആദ്യ സമയത്തൊക്കെ മിക്ക ചാനലുകാർക്കും നമ്മൾ അറിയായിരുന്നു. കാരണം അവര് വീഡിയോ എടുക്കാൻ വരുമ്പോൾ ഒരു ലേഡി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം ഇഷ്ടംപോലെ പിള്ളേരുണ്ട്, ഇഷ്ടംപോലെ പിള്ളേര് വരുന്നുണ്ട്. കൊറോണയ്ക്ക് ശേഷമാണ് കൂടുതലും പിള്ളേര് വന്നു തുടങ്ങിയത്. ആ സമയത്തൊക്കെ ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു. കാരണം ഇവരുടെ കൂടെ നിന്ന് എടുക്കണ്ടേ. നമുക്ക് കിട്ടുന്ന വെച്ചാൽ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഫോട്ടോ കിട്ടിയാൽ മതി നമുക്ക്. ആ നമ്മുടെ ഒരു പേജ് കൊണ്ടുപോകാനായിട്ട് ആ ഒരു ഫോട്ടോ മതി. അപ്പം അതുപോലെ ഫോട്ടോഗ്രാഫിയിൽ ചലഞ്ചിങ് ആയിട്ട് പല സിറ്റുവേഷനിലും വന്നിട്ടുണ്ട് ഇവരുടെ ഒപ്പം നിന്ന് വർക്ക് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ ബോൺസർ വർക്കിനും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ 1-2 ലേഡീസ് മാത്രം, ചിലപ്പോൾ ഒറ്റ ലേഡിയേ ഉണ്ടാവുള്ളൂ. ഒത്തിരി ആൺപിള്ളേരുണ്ടാവും. ഒത്തിരി ക്രൗഡ് വരുമ്പോൾ ലേഡീസിൻ്റെ ഭാഗത്തുനിന്ന് എവിടെയെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വരുമ്പോൾ ആൺപിള്ളേര് ചെന്ന് തള്ളുകയോ പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. അത് വേറെ രീതിയിലേക്ക് വരും. അപ്പം നമ്മൾ മാത്രമേ ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഓടിയെത്തണം. ചിലപ്പോൾ 1-2 പേരെ ഉണ്ടാവുള്ളൂ. അപ്പോഴും റിക്വയർമെന്റ് കുറവാ. കാരണം നമ്മൾ ഓടി നടന്ന് എല്ലായിടത്തും ചെയ്യും. പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ജെൻസ് ഒക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പം നമ്മളിപ്പോ സെലിബ്രിറ്റീസ് വരുമ്പം ബൗൺസേഴ്സ് ഇപ്പൊ ബോയ്സും കൂടെ ബാക്കിലുണ്ടാവും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് കൂടുതൽ എടുത്തു പറയാൻ കാരണം അങ്ങനെ ഒരു ലേഡി ഉണ്ടാവുന്നതും തന്നെ വലിയ കാര്യമായതുകൊണ്ട്. അത് അന്നത്തെ ഇവന്റ് അത് ശരിക്കും പറഞ്ഞ ഒരു ആഡ് ഷൂട്ടായിരുന്നു. ലാലേട്ടൻ്റെ ആഡ് ഷൂട്ടിന് ഇതുപോലെ അത് ഞാൻ KK പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ആഡായിരുന്നു. ഒത്തിരി ആഡുകൾ ചെയ്യുന്ന കമ്പനി അത്. അപ്പം അവരുടെ ആഡ് ഷൂട്ടിന് ഞാൻ ബൗൺസറായിട്ട് നിൽക്കുന്നുണ്ട്. കോർഡിനേറ്ററാണ്, ആ ഇവൻറ്റിൻ്റെ കോർഡിനേറ്ററും കൂടിയാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യവും നോക്കുന്നതിൻ്റെ ഇടയിൽ കൂടുതലും അവരായിട്ട് ക്ലോസ് ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന ആ മൊമെന്റ്സിൽ കിട്ടിയ കുറച്ച് വീഡിയോസാണ് ഇപ്പോൾ വൈറലാവുന്നത്. ഇപ്പൊ ചേച്ചി മൂവി ചെയ്യാൻ ആഗ്രഹം 2 മൂവീസ് ചെയ്തിട്ടുണ്ട്. അത് ഏത് മൂവീസ് ഒക്കെയാണ്? വിശേഷം എന്ന് പറയുന്ന മൂവിൽ ഒരു ചെറിയ വേഷം ചെയ്തിട്ടുണ്ട് സൂരജ് സാറിന്റെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനുശേഷം പൂരം പൂരാടം പൂരട്ടാതി എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തു. ഷൂട്ടെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. ചിലപ്പോൾ ജൂൺ ജൂലൈ റിലീസ് ഉണ്ടാവും. ഇപ്പൊ ഈ ഒരു വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഫിലിമിലേക്ക്? ഒത്തിരി പരിചയക്കാർ വിളിക്കുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട്. ഒരു മൂവിയുടെ കേസ് വന്നിട്ടുണ്ട്, അത് ഒന്നും ആയില്ല, ഡിസ്കഷൻ നടക്കുന്നു. ചേച്ചിയുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് മൂവിയിലേക്ക് ചെയ്യാ എന്നുള്ളത് തന്നെയാണോ? മൂവി എന്ന് പറയുന്ന ഒരു സ്വപ്നം തന്നെയാണ്, ഒരാൾക്ക് ഒരു സ്വപ്നം അല്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ഒരു മൈൻഡുള്ള മൂവി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. കാരണം എനിക്ക് ഒത്തിരി ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നതാണ് ഫോട്ടോഗ്രാഫി. യാദൃശികമായിട്ട് വന്നു പെട്ടതാണ് ബൗൺസറെങ്കിലും അതും വളരെ ഇഷ്ടത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും വിട്ടുകളയണമെന്ന് ആഗ്രഹമില്ല. ഇപ്പൊ ലാലേട്ടന്റെ ഭയങ്കര ഫാനാണെന്ന് എനിക്കറിയാം. ഇപ്പൊ ലാലേട്ടൻ എന്ന് പറയുന്ന എല്ലാവരും ലാലേട്ടന്റെ ഫാനാണ്. ഇപ്പം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നമ്മളെ തിരിച്ചറിയുക, നമ്മളുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? തീർച്ചയായിട്ടും. ചേച്ചിയുടെ അടുത്ത് അന്ന് കണ്ട് സംസാരിച്ചു അങ്ങനെ പറയാം. അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു?
ഒരിക്കലും മറക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് ഒരു ഫാൻ ഗേൾ ആയിട്ടുള്ള ഒരാൾ ഒരിക്കലും മറന്നു പോകാത്തൊരു സംഭവമാണ് ലൈഫിൽ. അതുപോലത്തെ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു മൊമെന്റ് വേറെ ഉണ്ടാവില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. കാരണം ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ കിട്ടിയൊരു ഡേ ആയിരുന്നു. അതെ, അപ്പോഴാണ് ലാലേട്ടനെ മീറ്റ് ചെയ്തതും അന്നത്തെ ഒരു ഷൂട്ട് ഉണ്ടായതും. ലാലേട്ടൻ എന്നിട്ട് സംസാരിച്ചത്. അപ്പൊ നമ്മൾക്കെന്ന് വെച്ചാൽ ലാലേട്ടനെയൊക്കെ ഒന്ന് കണ്ടാൽ തന്നെ സമാധാനം. അപ്പൊ അങ്ങനെ ഒരു അത്രയും വലിയൊരു വ്യക്തി നമ്മളെ കാണാൻ നമ്മളോട് സംസാരിക്കുന്നു പറഞ്ഞാൽ അന്ന് തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ഞാൻ എന്നെ കൂടുതലും ഫോട്ടോഗ്രാഫിയിലാണ് കണ്ടിരിക്കുന്നത്. അതെ, അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഇതിലേക്ക് വന്നപ്പോൾ ആഡ് ഷൂട്ടിന് എന്നെ കണ്ടപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു ക്യാമറ ചെയ്യുന്നില്ലെന്ന്. അന്ന് ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. കാരണം നമ്മളെയൊന്നും ഒരിക്കലും രജിസ്റ്റർ ചെയ്യുമെന്ന് പോലും വിചാരിച്ചതല്ല. അപ്പോൾ പെട്ടെന്ന് നമ്മളോട് അങ്ങനെ ചോദിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാനന്ന്. ആണല്ലേ, ഒരിക്കലും നമുക്ക് കിട്ടുന്ന ഭയങ്കര എന്താ പറയുക, ഒരു അവാർഡ് എന്നുള്ള ഒരു ലെവലിലായിരുന്നു എനിക്ക് ആ ഒരു മൊമെന്റ്. ഇപ്പം ഫോട്ടോഗ്രാഫിയിൽ ചേച്ചി ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് അത്? ഇവരൊക്കെ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് ഇരിക്കുന്നവരൊക്കെ. അപ്പോൾ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് എന്തായിരിക്കും? ലൈക്ക് ഫോട്ടോഗ്രാഫർ ബേബി ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം അത് ഇപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, അതൊരു വേറെ ഫീൽഡാണ് ഫോട്ടോഗ്രാഫിയിൽ. അതിപ്പോൾ അത്യാവശ്യം കുട്ടികളുടെ ഷൂട്ട് അത് ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് ചെയ്യുന്നതാ. ബാക്കി ഹാപ്പിനെസ് ഇല്ലാന്നല്ല, പക്ഷെ അതിനൊരു പ്രത്യേക ഫീലാണ്. ആണല്ലേ. ഇപ്പൊ ബൗൺസറിന്റെ ഇതിലേക്ക് വരുമ്പോഴോ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു എലമെന്റ് എന്തായിരിക്കും? ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഇവന്റ് ചെയ്ത് ഒരു പ്രശ്നമില്ലാണ്ട് തീർത്തിട്ട് ആ പോകുന്ന ഒരു തീർന്നു കിട്ടുന്ന ഒരു ലാസ്റ്റ് എടുക്കുന്ന ആ ഒരു എല്ലാ വർക്കും കഴിഞ്ഞുണ്ടാവുന്ന ഒരു ആശ്വാസത്തിന്റെ ഒരു ഇതില്ലേ, അതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ്. ഒരു പ്രശ്നമില്ലാണ്ട് പരിപാടി കഴിഞ്ഞു എന്നുള്ള ഒരു തോന്നൽ വരില്ല. ഭയങ്കര ഒരു സമാധാനമാണ്. ഓക്കെ. ഇപ്പൊ നമ്മള് ചെയ്ത് സക്സസ് ആക്കി എന്നുള്ള ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ. അതെ, അത് നമ്മൾ ഇവന്റ്സ് ചെയ്യുന്നവർക്കാണെങ്കിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഫീലാണ്. ഒരു പ്രശ്നമില്ലാതെ പോവാ. പ്രത്യേകിച്ച് നിങ്ങളുടെ വെച്ചാൽ പ്രശ്നം ഇല്ലാതിരിക്കാൻ നമ്മള് ആദ്യം മുതൽ ലാസ്റ്റ് വരെ എത്ര എഫേർട്ട് ഇട്ടാലും ഒരു ചെറിയ മൈന്യൂട്ടായിട്ടൊരു ഉന്തുള്ള ഒരു ചെറിയ പ്രശ്നം വന്നാൽ മതി, നമ്മൾ ഇത്ര നേരം എടുത്ത എഫേർട്ടും നമ്മുടെ സ്ട്രഗിളും ഒക്കെ വെറുതെയാവും. അങ്ങനത്തെ സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ വന്നിട്ടുണ്ട്. പബ്ബിൽ വന്നിട്ടുണ്ട്. ഒരു ട്രാൻസ്ജെൻഡർ വുമണുമായിട്ട് ചെറിയൊരു ഇഷ്യൂ വന്നു. അത് കുറച്ച് വലിയ സീരിയസ് ആയിട്ടൊന്നും പോയില്ല, അതങ്ങനെ തട്ടിമുട്ടി പോയി. കാരണം ബോയ്സ് ആരും ഇടപെടില്ലല്ലോ, അവർക്ക് ഇടപെട്ട് അത് വേറെ രീതിയിലേക്ക് വരും. ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അത് ഒരു വലിയ എക്സ്പീരിയൻസും കൂടിയായിരുന്നു. കാരണം ഞാൻ ഒത്തിരി അധികം ബഹുമാനിക്കുന്ന കുറേ പേര് ആ ഒരു കാറ്റഗറിയിലുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ നമുക്ക് എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് ഒരു സെക്കൻഡ് ആലോചിക്കേണ്ടി വന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ. പക്ഷെ അത് ഹാൻഡിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്നോട് ഞങ്ങളുടെ ക്രൂവിന് ബാധിക്കുകയും ചെയ്യും. പ്രശ്നം അത് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റി. അത് ഭയങ്കര ഹാപ്പി ഉള്ള ഒരു കാര്യം. പക്ഷെ അങ്ങനത്തെ ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് തന്നെ അത് പറഞ്ഞ നമ്മൾ കുറച്ച് ശരീരം മാത്രം ഉള്ളതുകൊണ്ട് കാര്യമില്ല ബൗൺസർ വർക്കിന്. മെയിൻലി നമ്മളൊരു സിറ്റുവേഷൻ വരുമ്പോൾ സഡൻ ആയിട്ട് അത് നമുക്ക് അതിനുള്ള ആക്ഷൻ എടുക്കാൻ അല്ലെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം, അതും കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ. അതെ, ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. നമ്മൾ എത്ര ഒതുക്കി പിടിച്ച് പ്രശ്നമില്ലാണ്ട് നോക്കിയാലും ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഓപ്പോസിറ്റിൽ നിന്ന് വരുന്നത് ചിലപ്പോൾ നമുക്ക് ചില സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ബൗൺസർ ആവാൻ അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ബൗൺസർ ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണോ, എന്തെങ്കിലും ട്രെയിനിങ് വേണോ, അങ്ങനെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? ശരിക്കും ഫിസിക്കൽ ഫിറ്റ്നസ് മെയിൻ ആണ്. മെയിൻ ആണ്, അതെന്തായാലും വേണം. കൂട്ടത്തില് ഈ പറയുന്ന പോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാനുള്ള നമ്മൾ പകച്ചു പോകരുത്. എന്ത് സിറ്റുവേഷനും ആയിക്കോട്ടെ, പകച്ചു പോയി കഴിഞ്ഞാൽ തീർന്നു, നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഒരു കാര്യം. ആ സ്പോട്ടിൽ നമുക്ക് അത് നല്ല രീതിയിൽ റിയാക്ട് ചെയ്ത് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവ് മാത്രം മതി. പക്ഷെ നമ്മൾ എങ്ങനെ അറിയും ആൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടാവും എന്നുള്ളത്? നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിപ്പോൾ എന്തായാലും ഒരാൾ വരുമ്പോൾ നമ്മൾ അവരോട് സംസാരിക്കും, അവരുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. പിന്നെ ഉള്ളത് ഈ പറയുന്ന പോലെ അവരെ കൂടെ ഒരു പ്രാവശ്യമെങ്കിലും വർക്കിന് കൊണ്ടുപോയാൽ മാത്രമേ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ ഒന്നും നമുക്ക് ഒരിക്കലും ഒരാളെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. വർഷങ്ങളായിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ പോലും നമുക്ക് ചില സമയങ്ങളിൽ മനസ്സിലാക്കാൻ പറ്റാറില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
പുതിയ ആൾക്കാർ വരുമ്പോൾ കൂടുതൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അവർ വർക്ക് ചെയ്ത് കഴിയുമ്പോഴല്ലേ അവരെ പോരായ്മകൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതെ, ഒരിക്കലും ഒരാളെയും അത് നിന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തരുത്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം അത്. കാരണം ചിലപ്പോൾ നമുക്ക് ഒത്തിരി ടാലൻ്റ് ഉള്ളവരായിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ മാറ്റി നിർത്തിയാൽ ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള ബാക്കിയുള്ള ടാലൻറ്റ് പോലും അവരത് കുഴിച്ചു മൂടും. അങ്ങനെയാണല്ലോ എന്ന് ഒരിക്കലും ഒരാളെ അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത. അതുകൊണ്ട് മാക്സിമം ഇതിനോട് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നവരെ സപ്പോർട്ട് ചെയ്യുക എന്നൊരാഗ്രഹം എനിക്ക് നല്ല പോലെ ഉണ്ട്. ചേച്ചിക്ക് ഇപ്പൊ ഇത്രയും വർഷത്തെ ഇതിൽ അങ്ങനെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ലൈക്ക് ചേച്ചിയുടെ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ, എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഞാൻ അങ്ങനെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആരെങ്കിലും, ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് നോക്കി അവരുടെ കൂടെ നിന്ന് അവരുടെ കട്ടയ്ക്ക് നിൽക്കാൻ നോക്കുന്ന ഒരാളാണ്. ചില സമയത്ത് ചില സിറ്റുവേഷനിൽ ഭയങ്കര ക്രൗഡൊക്കെ വരുമ്പോൾ ചില നമ്മുടെ കൂട്ടത്തിലുള്ള പയ്യന്മാർ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു എന്നെ നോക്കണ്ട, എന്നെ ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ ബാക്കിയുള്ളവരെ നോക്കിയാൽ മതി എന്ന് പറയും. അങ്ങനെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മറ്റുള്ളവർ നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്ന് തോന്നുമ്പോൾ നമ്മൾ കുറച്ച് ഡൗൺ ആവും. അത് വേണ്ട, നമ്മൾ അവരുടെ കട്ടയ്ക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു എന്ന് തോന്നുമ്പോൾ അവരെക്കാൾ കുറച്ചും കൂടി മുകളിലേക്ക് നിൽക്കാൻ നമ്മൾ നോക്കും. അതെ, ഈ പണ്ട് തൊട്ടേ ചേച്ചി അങ്ങനെ എക്സ്പീരിയൻസ്, അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ വരുന്ന എക്സ്പീരിയൻസ് ആണ് നമ്മൾ അങ്ങനെ ആക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും. പിന്നെ ആസ് എ സിംഗിൾ മദർ അത് ഒരുപാട് അറിയും ചെയ്യായിരിക്കുമല്ലോ, ഇങ്ങനെ ആയിരിക്കും ചാലഞ്ചസ് ആണെങ്കിലും. ഓക്കെ, അപ്പോൾ അത് ലൈഫിൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് നല്ല കാര്യമാണ്. അതിലേക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷനും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ഒരാളത് വേണ്ട അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഡൗൺ ആയി പോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ ഡൗൺ ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് ചേച്ചി. അത് നല്ല കാര്യം. അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അങ്ങനെ തന്നെ എല്ലാവർക്കും ആവാൻ പറ്റട്ടെ അല്ലേ? ആ ഒരു പവർ എല്ലാവർക്കും ഉണ്ടാവാൻ പറ്റട്ടെ. ഇപ്പം ഞാൻ ചേച്ചിനോട്, നമ്മൾ കുറച്ച് സീരിയസ് ആയതുകൊണ്ട് ഞാൻ ചേച്ചിനോട് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അനു കുഞ്ഞുമോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ ഒരു മൂവിയിൽ വരുവാണെങ്കിൽ ചേച്ചി ഏതൊരു ഫീമെയിൽ ആക്ട്രസിനെ ആയിരിക്കും അതിൽ അനു കുഞ്ഞുമോനായിട്ട് എടുക്കുക? ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു. കുറെ ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ട്രസ് തന്നെ വേണമെന്നില്ല അതിന്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ആക്ട്രസ് എന്ന് പറഞ്ഞാൽ മഞ്ജു ചേച്ചിയാണ്. മഞ്ജു വാര്യർ. പക്ഷേ എൻ്റെ ഒരു ക്യാരക്ടർ ഫിലിമാക്കുക അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? വാണി വിശ്വനാഥ് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അങ്ങനെ ഒരു രീതിയിലേക്ക് കാണാൻ ഇഷ്ടം വാണി വിശ്വനാഥ് അല്ലെങ്കിൽ നയൻതാര. ആ ഒരു ഇതാണ്. വാണി വിശ്വനാഥ് അടിപൊളിയായിരിക്കും. ഇവരായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, ഒരു മൂവി വരുന്നുണ്ട്, അത് ഞാനിപ്പോ റിവീൽ ചെയ്യുന്നില്ല, ഡിസ്കഷൻ നടക്കുന്നുണ്ട്. റൈറ്റ്, ഓക്കെ, അടിപൊളി. അപ്പോൾ നമുക്ക് ഇനി ഒരു കുഞ്ഞു സെഗ്മെന്റിലേക്ക് പോയാലോ? ഓക്കെ ചേച്ചി, അപ്പം നമ്മളൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. റാപ്പിഡ് ഫയർ സെഷനാണ്. അപ്പം ഇതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, പെടപെടപെടയെന്ന് ഉത്തരം പറയണം. പറഞ്ഞില്ലെങ്കിൽ ലാലേട്ടനെ വിളിക്കുക എന്നുള്ളതാണ് പണിഷ്മെന്റ്. ഓക്കെ ചേച്ചിക്ക് അപ്പേ ഞാൻ കുറച്ച് താരങ്ങളുടെ പേര് പറയും. അവരെ ചേച്ചി ബൗൺസ് ചെയ്യാണെന്ന് വിചാരിക്കാം. അപ്പൊ അവര് ബൗൺസ് ചെയ്യുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇടുവാണെങ്കിൽ റീൽസ് ഇടുമ്പോൾ ഏത് മ്യൂസിക് ആയിരിക്കും ചേച്ചി സെലക്ട് ചെയ്യുക? മനസ്സിലായോ? റീൽസ് ഇടാറുള്ള ആളല്ലേ? റീൽസ് ഇടാറുണ്ട്, പക്ഷെ ഇടുവാണെങ്കിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ മതിയോ? ഒറ്റ വാക്കി അത് വേറെ ഒന്നുമല്ല, അവരുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മൂവിയിലെ. അത് പറ്റത്തില്ല, ചേച്ചിക്ക് ഏതാണെന്ന് തോന്നുന്നത് അതങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ പറയാം, സംഭവം മനസ്സിലായില്ലേ? മ്യൂസിക് ഓർത്താ മതി. രജനീകാന്ത്. പടയപ്പ. ഓക്കെ. അമിതാഭ് ബച്ചൻ. അയ്യോ, ബച്ചൻ സാറിന്റെ കബി ഖുഷി. ബൗൺസ് ചെയ്യുമ്പോൾ നല്ല നല്ല പാട്ടായിരിക്കും, പക്ഷേ ബൗൺസ് ചെയ്യുമ്പോൾ ഒരു പവർഫുൾ. അമിതാഭ് ബച്ചൻ്റെ തന്നെ സോങ് വേണമെന്നൊന്നുമല്ല, ചേച്ചിക്ക് ഏതായിരിക്കും മൈൻഡിൽ തോന്നുന്നത്? ഏത് വേണമെങ്കിലും പറയാം, മലയാളം, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷും ആയിക്കോട്ടെ. ഞാൻ കൂടുതലും മ്യൂസിക്കുകളാണ് ഇടാറ്. അത് ഇവിടെ ആപ്ലിക്കബിൾ അല്ല അല്ലേ? ഞാൻ കൂടുതലും മ്യൂസിക്കുകളാണ് ഇടാറ്. അത് ഏത് മ്യൂസിക്കാന്ന് പറയാം, ഏത് പാട്ടും അങ്ങനെയൊന്നുമില്ല. ഓക്കെ, അതായത് നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ നമ്മൾ നടന്നു വരുന്ന ആ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, അതിന് പറ്റിയ മ്യൂസിക് എന്ത് കിട്ടുന്നു അപ്പൊ ഇടും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു മ്യൂസിക് ഇല്ല. മമ്മൂക്കാടെ ആണെങ്കിൽ ഏതായിരിക്കും? ബിഗ് ബിയിലെ അത് ഏതിട്ടാലും അത് മാത്രമേ ഇടുള്ളൂ. സുരേഷ് ഗോപി ആണെങ്കിൽ ഒബ്വിയസ്ലി ഏതായിരിക്കും? എന്നോട് ചെയ്യുന്ന ഞാൻ ബൗൺസ് ചെയ്യുന്നില്ല, ചേച്ചിയാണ് ബൗൺസ് ചെയ്യുന്നത്.
ചേച്ചി നൈസായിട്ട് എൻ്റെ അടുത്തേക്ക് വിടുക. സുരേഷ് ഗോപി ആണെങ്കിൽ ഏതായിരിക്കും? സുരേഷ് ഗോപി ഇഷ്ടം പോലെ ഉണ്ട്, ഏത് വേണേലും പറഞ്ഞു. ഏകലവ്യൻ്റെ മ്യൂസിക് ഇടും. ഇട്ടോ. വിജയ് ആണെങ്കിൽ? വിജയ് ആണെങ്കിൽ ഇഷ്ടമല്ല മ്യൂസിക് അല്ലേ? എനിക്കറിയില്ല. അതറിയില്ലാത്തോണ്ടല്ലോ പെട്ടെന്ന് മോഹൻലാൽ. മനസ്സിലായില്ല, എനിക്കറിയില്ല. അപ്പൊ സുരേഷ് ഗോപിയുടെ എന്ന് പറഞ്ഞിട്ട് സെഗ്മെന്റ് മാറ്റാൻ വല്ല വഴിയുണ്ടോ? വിജയ് ആണെങ്കിൽ? അങ്ങനെയൊക്കെ ചോദിച്ചപ്പെട്ടു. കാരണം ഒത്തിരി പാട്ടുകൾ ഇഷ്ടമുള്ളതുണ്ട്. ആ ഒരു വിഷ്വലിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ട് തോന്നുന്ന ഏതെങ്കിലും ഇടും. ലാലേട്ടൻ്റെ ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, മാറി മാറിയിടും. മാറിയിടും. ഓക്കെ, നമ്മുടെ ആ സെഗ്മെന്റ് കഴിഞ്ഞു. നെക്സ്റ്റ് അതായിരിക്കും നല്ലത്. അതെ. ഇനി നെക്സ്റ്റ്, ഈ ഫീൽഡിൽ വന്നിട്ട് കേട്ട ഏറ്റവും മോശം ചോദ്യം? ലേഡി ഗുണ്ട. ലേഡി ഗുണ്ട. ഓ, അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ഇങ്ങനെ നേരിട്ട് വന്ന് പറയുന്ന മെസ്സേജസ് ഒക്കെ. ലേഡി ഗുണ്ടയാണ്, എന്നെ ഇടിക്കുമോ? ഞാൻ പറഞ്ഞു മോശമായിട്ടുള്ള കാണിച്ചു കഴിഞ്ഞാൽ ഇടിക്കും. ഇടിക്കുന്നു പറഞ്ഞ ഇങ്ങനെ ശരിക്കും ഒരു പരിപാടി നടക്കുമ്പോ ഫോട്ടോഗ്രാഫേഴ്സ് അങ്ങനെ കുറച്ചൊക്കെ പരിചയമുള്ളവരുണ്ട്. പിന്നെ ഈ കിഡിങ്. അപ്പൊ ഇനി ലേഡി ഗുണ്ടാന്ന് വിളിക്കരുത് അല്ലേ? വിളിച്ചാലും പ്രശ്നമൊന്നുമില്ല. ആണല്ലേ? ആരെങ്കിലും ശരിക്കും ഇടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇടിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരു പ്രശ്നം പറയൂ. അയ്യോ സോറി, എന്തിനാ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എടുത്ത് കുത്തുന്നത്? ഒരു ഇൻസിഡന്റ് ഈ പറയുന്ന പോലെ ട്രാൻസ്ജെൻഡറിന്റെ കേസ് തന്നെയാണ്. അത് പിന്നെ കൂടുതൽ സംസാരിച്ച അത് പിന്നെ വേറൊരു ഇതിലേക്ക് പോകും. അത് ആള് നല്ല ഡ്രങ്കണായിരുന്നു, നല്ല പോലെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സിറ്റുവേഷനിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ആള് മനഃപൂർവ്വം അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ജെൻസ് ആരും ഹാൻഡിൽ ചെയ്യില്ല. അന്ന് ശരിക്കും ഞാൻ കഷ്ടപ്പെട്ടു. അറിയാലോ. പിന്നെ വലിയ ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരിത് വന്നു. സോട്ടായി. ഒരു ബൗൺസർ ആയ നിലയിൽ അതായിട്ട് ബന്ധപ്പെട്ട ഒരു സൂപ്പർ പവർ ചേച്ചിക്ക് കിട്ടുകയാണെങ്കിൽ, പറക്കാനുള്ള സൂപ്പർ പവർ, അങ്ങനത്തെ പല പവർ ഉണ്ടല്ലോ, അതിലൊരു പവർ, ഏത് പവർ? മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ സ്പോട്ടിൽ ഓരോ സിറ്റുവേഷൻ, ഓരോ ഇഷ്യൂസ് വരുമ്പോൾ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു പവർ കിട്ടുകയാണെങ്കിൽ നോക്കും. അങ്ങനത്തെ ഒരു പവർ. അല്ല നമുക്ക് അടിക്കാനിരിക്കാൻ ബാറ്റ്മാൻ, അയൺമാൻ അങ്ങനത്തെ ഒന്നും വേണ്ട. ഓക്കെ. ഇന്നത്തെ കാലഘട്ടത്തിൽ പലർക്കും പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഇപ്പോൾ അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസ് വരുന്ന സമയത്തും എല്ലാവരും അറിയാറില്ല. അപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു സൂപ്പർ പവർ കിട്ടുവാണെങ്കിൽ, സാധാരണക്കാർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഓക്കെയാണ്. ഇങ്ങനെ ഒരാളെ എസ്കോർട്ട് ചെയ്യാൻ എന്നെ വിളിക്കേ വേണ്ട, ഞാൻ വരില്ല. പറഞ്ഞോ, ഒന്നും നോക്കണ്ട. ആറാട്ടണ്ണൻ. എന്നെ കയറി കുത്തരുത്. ആരും കുത്തില്ല. അല്ല, എൻ്റെ ഇതിൽ ഞാനത് പറയാൻ കാര്യം, എൻ്റെ മീൻസ് ഫേസ്ബുക്കിൽ വന്ന ഒരു വീഡിയോയ്ക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആറാട്ടണ്ണനാണ് ഒരു ബൗൺസറിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അത് പെട്ടെന്ന് ഉള്ളിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്ന പെട്ടെന്ന് അതാ ഉള്ളിൽ വന്നത്. അതാണ് ഞാൻ അങ്ങനെ ഒരു. എങ്ങനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടൊക്കെ ഉണ്ട്, ഫിലിം പ്രൊമോഷനൊക്കെ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്. ആറാട്ടണ്ണന്റെ ബൗൺസർ ആവാൻ താല്പര്യം. അലിൻ ജോസ് പെരേര ആണെങ്കിൽ അയ്യോ ഒട്ടുമില്ല. അല്ല, ഞാനൊരു അവരുടെ വഴിക്ക് വിട്ടേക്കൂ, നമ്മൾ എന്തിനാ വെറുതെ. ആണല്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ റാപ്പിഡ് ഫയർ സെഗ്മെന്റ് കഴിഞ്ഞു. ഇത് വരുമോ? ആറാട്ടണ്ണന്റെ എന്തായാലും വരും, അത് മെയിൻ. ഓക്കെ ചേച്ചി, അപ്പോൾ നമ്മൾ കുറേ ലൈഫ് എക്സ്പീരിയൻസസ് പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞു. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ഓൾ ദിസ്. അപ്പം ഇതുപോലെ സ്ത്രീകളുടെ അടുത്ത് എന്താണ് ചേച്ചിക്ക് പറഞ്ഞത്, ബൗൺസർ ആവാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങളിലെ ലോ ആവുന്ന സ്ത്രീകൾ, അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ, ഇവരോടൊക്കെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? എൻ്റെ പേഴ്സണൽ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, ഇപ്പോൾ സ്ത്രീകളാണെങ്കിലും ആരാണെങ്കിലും നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവർ നോ പറയുന്ന, ഇപ്പോൾ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരാൾ പറയുകയാണെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്നത് അവരെ കൊണ്ട് അത് പറ്റില്ല, അതുകൊണ്ടാണ് അവർ പറ്റില്ല എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് അത് പറ്റും എന്ന് നമ്മൾ ചിന്തിക്കുക. മറ്റുള്ളവരല്ല നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത്. നമ്മളുടെ ഓരോ തീരുമാനങ്ങളും ആലോചിച്ചെടുക്കുക. ആഗ്രഹങ്ങൾ ഒന്നും കുഴിച്ചു മൂടാതെ അതിന് വേണ്ടിയിട്ട്, ആഗ്രഹം അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ
അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഉള്ളൂ. അതെന്താണെങ്കിലും. ഇപ്പം ഞാനൊന്നും ഒട്ടും വിചാരിച്ചില്ല ബൗൺസർ വർക്കിന് വരുമ്പോൾ ഇത്ര സപ്പോർട്ട് കിട്ടുന്നു. പക്ഷെ നമ്മളത് ആഗ്രഹത്തോടു കൂടി ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ ആയിരിക്കും നമ്മൾ അത്ര ആഗ്രഹിച്ച് ഒരിക്കലും ആഗ്രഹിക്കുന്ന ഒരു കാര്യം വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കരുത്. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു ലൈഫ് ആയിരിക്കില്ല നമുക്ക് കിട്ടാൻ പോകുന്നത്. റൈറ്റ്. അപ്പോൾ ഇപ്പോഴും ഇതുപോലെ ബോൾഡായിട്ട് തന്നെ ലൈഫ് മുമ്പോട്ട് പോട്ടെ. നമുക്ക് ഇനി വീണ്ടും കാണാൻ സാധിക്കട്ടെ ചേച്ചി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.